നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിട്ട് ഒരു അനുകൂല വിധി പോലും നേടാനായില്ല. അതിനാൽ തന്നെ ഇന്ന് നിർണായകമാണ്. മദ്യനയ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഹൈക്കോടതി കെജ്രിവാളിന്റെ ഹർജിയിൽ വിധി പറയുക. ജയിൽവാസം തുടരുമോ, ജയിൽ മോചനം കിട്ടുമോ എന്നത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ജാമ്യം കിട്ടിയാൽ അത് കെജ്രിവാളിനും പ്രതിപക്ഷത്തിനും വലിയ ഊർജ്ജമാകും സമ്മാനിക്കുക. ഏപ്രിൽ 3 കെജ്രിവാളിന്റെ ഹർജി വാദം പൂർത്തിയായി വിധി പറയാൻ മാറ്റിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനും അപമാനിക്കാനുമാണ് ED അറസ്റ്റ് നടത്തിയതെന്ന വാദമാണ് കെജ്രിവാൾ പ്രധാനമായും ഉന്നയിച്ചത്. അന്വേഷണമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തതെന്നും ഭാവിയിൽ കുറ്റം കണ്ടെത്താമെന്ന വാദമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളതെന്നും ദില്ലി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന പുതിയ പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി തുടക്കമിട്ടു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ നേതൃത്വം നൽകും. മോദി നേരിട്ട് നടത്തിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന ആരോപണം പ്രചാരണത്തിൽ ശക്തമാക്കാനാണ് AIPയുടെ തീരുമാനം. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രാംലീല മൈതാനത്തെ റാലിക്കും ഉപവാസ സമരത്തിനും പിന്നാലെയാണ് ജയിൽ കാസ് ജവാബ് വോട്ട് സേ എന്ന പ്രചാരണത്തിലൂടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ആം ആദ്മി പാർട്ടി ഇറങ്ങുന്നത്. വോട്ടിലൂടെ BJPക്ക് മറുപടി നൽകണമെന്ന ആഹ്വാനം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നീക്കം. മുൻപ് ED കസ്റ്റഡി കാലാവധി തീർന്ന സാഹചര്യത്തിൽ ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയ അരവിന്ദ് കെജ്രിവാൾ EDക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. വക്കീലിനെ മറികടന്ന് EDക്കെതിരെ നേരിട്ട് തന്നെയായിരുന്നു കെജ്രിവാളിന്റെ പോരെ. തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കെജ്രിവാൾ കോടതിയെ അറിയിക്കുകയും കോടതി ഇതിന് അനുവാദം നൽകുകയുമായിരുന്നു. പറയാനുള്ളത് ആദ്യം എഴുതി നൽകാൻ കോടതി പറഞ്ഞെങ്കിലും നേരിട്ട് ബോധിപ്പിക്കണമെന്ന് കെജ്രിവാൾ അറിയിക്കുകയായിരുന്നു. എല്ലാ അംഗീകാരവും നേടിയാണ് നയം നടപ്പാക്കിയതെന്നും CBI കുറ്റപത്രത്തിൽ താൻ പ്രതിയല്ല, സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയാണ് ED നടപടിയെന്നും കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു. 200 സാക്ഷികളെ ഇതുവരെ വിളിപ്പിച്ചു. സാക്ഷികളുടെ മക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുമെന്ന് ED ഭീഷണി മുഴക്കി. 100 കോടിയുടെ അഴിമതിയെങ്കിൽ പണം എവിടെയെന്നും കെജ്രിവാൾ ചോദിച്ചു. വക്കീലിനെ മറികടന്ന് കെജ്രിവാൾ തന്നെ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങിയതോടെ ED ഇടഞ്ഞു. കെജ്രിവാൾ ഷോ കാണിക്കുകയാണെന്നും മുഖ്യമന്ത്രി ആയതിനാലല്ല, അഴിമതി നടത്തിയതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്നും ED കോടതിയിൽ പറഞ്ഞു. ഇതിനിടെ കെജ്രിവാളിന് സമയപരിധിയുണ്ട് സംസാരിക്കാനെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. മദ്യനയ കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇടപെടാതെ ദില്ലി ഹൈക്കോടതി മാറിയിരുന്നു. നിലവിൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് വ്യക്തമാക്കി ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.